സങ്കീർത്തനം 147 3 വാക്യം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വേഗത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ ആരാധിപ്പാൻ, അനേക വിഷയങ്ങളെ പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ ചെയ്തത്. ആത്മാവിന്റെ രാത്രി കർത്താവേ, പ്രാർത്ഥന വിഷയത്തിന്മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച മഹാസ്നേഹത്തിനായ സ്തോത്രം. അല്പസമയം ഞങ്ങൾ തിരുസന്നിധിയിലോട്ട് വചനത്തിൽ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണമേ. എല്ലാ ഹൃദയങ്ങളെയും അത് ഒരുക്കേണ്ടതിന് യേശുവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം യേശുവിന്റെ നാമം തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കമ്പി സന്ദേശം എന്നതുപോലെ ചില വാക്യങ്ങൾ, ചില വാക്കുകൾ ഇന്ന് രാത്രി വേഗത്തിൽ ചിന്തിപ്പാനായി ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. അതിനാദരമായി പ്രളയാകുന്ന വാക്യമാണ് നമ്മൾ വായിക്കുവാനിടയായത്. 147 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യമാണ് നമ്മൾ വായിക്കുവാനിടയായത്. വളരെ സുവിരതമാകുന്ന ഒരു വാക്കും കൂടെയാണല്ലോ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കും. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഏതൊരു മനുഷ്യനും സന്തോഷത്തോടല്ല കർത്താവിന്റെ അടുക്കൽ വന്നിട്ടുള്ളത്. പല വിഷയങ്ങളുമായിട്ടാണ് കർത്താവിന്റെ അടുക്കൽ വന്നിട്ടുള്ളത്. എന്നാൽ കർത്താവിന്റെ അടുക്കൽ നിന്നും അവരുടെ ആകുന്ന സ്വദേശത്തേക്ക്, അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്കൊരു പ്രത്യേകമാകുന്ന സന്തോഷം. ഇത് രാത്രി അവർക്ക് പ്രിയപ്പെട്ടു. നമ്മളൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നമ്മളിവിടെ കടന്നു വരുമ്പോൾ തന്നെ പല യാത്രകളിലും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പകലായിരുന്നപ്പോഴൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ പല വികാരങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ പരിഹാരം തരുവാനായിട്ട് സർവശക്തനാകുന്ന ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നയാകുന്ന ഇടത്ത് നമ്മൾ കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആശ്വാസമായി തീരുവാനിടയാകും. ഇന്ന് രാത്രിയിൽ നമ്മൾ ഓർക്കുക, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കും. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിൽ മനം തകരുവാനിടയാകുന്നത്? ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സ് മടിക്കുവാനിടയാകുന്നത്. എല്ലാം തകർന്നു പോയി എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നയാകുന്ന ഇടത്താണ് മനസ്സ് മരവിക്കുവാനിടയാകുന്നത്. എന്നോട് പറഞ്ഞാൽ മനസ്സ് മരവിക്കുവാൻ ഏക കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സഹായങ്ങൾ, നമ്മുടെ സഹകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി ആരും നമുക്ക് വേണ്ടി ഇല്ല, നാം ഒറ്റപ്പെട്ടു പോകുന്ന മേഖലയിലാണ് നമ്മൾ പറയുന്നത്. ഇനി ജീവിച്ചിട്ട് എന്താണ് കാര്യം? ഇനി ജീവിച്ചിട്ട് എന്താണ് കാര്യം? ഇനി ജീവിച്ചിട്ട് കാര്യം ഒന്നുമില്ല. എല്ലാം തകർന്നു പോയി. എല്ലാം തകർന്നു പോയി. തകർന്നു പോയാകുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. വായിച്ചാട്ടെ ലൂക്കോസിന്റെ സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം ഓടിച്ചു വിട്ടാണ്. പല വൈദ്യന്മാരാലും ഏറിയെന്ന് ശ്രമിച്ചു തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരിരക്ഷനായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. മതി, യേശുവിന്റെ വർത്തമാനം കേട്ടു. നമുക്കറിയാവുന്നൊരു വാക്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥന അനുഭവങ്ങളിൽ ലഭിക്കപ്പെട്ടയാകുന്നൊരു സന്ദേശമാണ് ഈ 147 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഞാൻ ദൈവസന്നിധി ധ്യാനിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ചില ആലോചനകളാണ് ഞാൻ പങ്കുവെക്കുന്നത്. അവിടെ 25-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളായി
സഹിച്ച് തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചിട്ട് ഉണ്ടോ, തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഏറിയ കാലങ്ങൾ അവൾ അത് സഹിച്ചു. ഏതാ? തന്നെ അസംഖ്യപ്പെടുത്തുന്ന, തന്നെ വാദിച്ചു കൊണ്ടിരിക്കുന്ന ആ മാരകമാകുന്ന അനുഭവത്തിൽ അവൾ ഏറിയ നാളുകൾ അതിനെ സഹിക്കുവാനിടയായി. അത് നിമിത്തം തന്റെ നന്മകളെല്ലാം വിട്ടു. അപ്പൊ ഒരു കാര്യം ഓർക്കണം. രണ്ടാമത്തെ കാര്യം, തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുവാനിടയായി. എല്ലാം ചെലവഴിച്ചു. മൂന്നാമത് പറയുന്നു, ഏറിയ വൈദ്യന്മാരെ ആശ്രയിച്ചു. കണ്ടോ, മൂന്ന് കാര്യം. ഒന്ന്, കുറെ നാളുകൾ അവൾ അതിനെ ചുമക്കുവാനിടയായി, ഭാരം ചുമക്കുവാനിടയായി, സഹിക്കുവാനിടയായി. അത് നിമിത്തം താൻ എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയായി മാറുവാനിടയായി. മൂന്നാമത്, വൈദ്യന്മാരെ പരാജയപ്പെടുവാനിടയായി. കണ്ടോ കുഞ്ഞേ, നീ ഏറിയ കാലങ്ങളാണ് വഹിച്ചുകൊണ്ട് നടക്കുന്ന വിഷയമുണ്ടല്ലോ. നിന്റെ മനസ്സിനെ മടിപ്പിച്ച് മടിപ്പിച്ച് നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന, നീ വഹിച്ചുകൊണ്ട് നടക്കുന്ന കാള വണ്ടി വലിച്ചുകൊണ്ട് നടക്കുന്ന പോലെ, ഒരു കഠിന ഭാരം ചുമന്നുകൊണ്ട് വരുന്ന നടക്കുന്ന പോലെ, ഗത്യന്തരമില്ലാതെ എവിടേക്കാണെന്ന് അറിയാൻ കഴിയാതെ മുന്നോട്ട് നീ ഭാരം വലിച്ചുകൊണ്ട് നടക്കുന്നയാകുന്ന അനുഭവമുണ്ടല്ലോ. അത് നിമിത്തം നിന്റെ മനസ്സ് മരവച്ചിരിക്കുമ്പോൾ ഇന്നിപ്പോ രാത്രി വിളിച്ചു പറയട്ടെ, അതിന് അറുത്തി വരുത്താൻ കഴിയുന്ന, അതിനെ സമാപത്തി വരുത്താൻ കഴിയുന്ന, അതിനെ പൊളിച്ചടക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം നിന്റെ കാതുകളിലെ കടന്നു വരുവാനിടയായി. കാലങ്ങൾ അതിനെ സഹിച്ചു. അതിനിമിത്തം നന്മകളെല്ലാം തകരുവാനിടയായി, മുതലുകളൊക്കെ നഷ്ടപ്പെടുവാനിടയായി. എല്ലാം നഷ്ടപ്പെട്ടു പോയി ആകുന്ന വ്യക്തിയുടെ മനസ്സ് അതെ ചഞ്ചലിക്കാൻ കഴിയത്തില്ല. പാറ പോലെ മനസ്സ് മാറുവാനിടയാകും. പാറ പോലെ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് മാറുവാനിടയാകും. ആരെന്ത് പറഞ്ഞാലും അത് ഹൃദയത്തിനകത്തേക്ക് കയറത്തില്ല, കാതികളിനകത്ത് കയറത്തില്ല. കർണമൂലങ്ങൾ അടഞ്ഞു പോകുവാനിടയാകുക. പറയട്ടെ, എന്ത് കേട്ടാലും കാറ്റുപോലെ പോകും. മറ്റ് ഇതിനകത്തേക്ക് സഞ്ചരിക്കുവാൻ, ഇതിനകത്തേക്ക് ഉൾക്കൊള്ളുവാനുണ്ടാകുന്ന യാതൊരു മനസ്സുമില്ലാതെ ഏറിയൊന്ന് സഹിക്കുവാനിടയായി. എന്നാൽ ഇന്ന് രാത്രിയിൽ തിരുവഴുത്ത് വിളിച്ചു പറയുന്നു, അവരുടെ ശബ്ദം കേൾക്കുവാനിടയായി. ശബ്ദം തന്റെ കാതുകളില് മുഴുകി കേൾക്കുവാനിടയായി. പരാജയമെന്ന് പറഞ്ഞിടത്ത് മനസ്സ് മടിച്ചെടുത്ത് മരവിച്ചെടുത്ത് നഷ്ടപ്പെട്ടെടുത്ത് അവിടെ കാതുകളിൽ കേൾക്കുവാനിടയായി. ഇന്ന് രാത്രി കുഞ്ഞ് നീ സഹിച്ച് കടന്നു വന്നുവെങ്കിൽ, മനസ്സ് മടിച്ച് കടന്നു വന്നെങ്കിൽ, നിരാശയോട് കടന്നു വന്നെങ്കിൽ, സഹിച്ചതിന് മറുപടി വരാൻ കഴിയുന്ന ഒരു സർവ്വശക്തനായ ഇങ്ങനത്തെ വെളിപ്പടിയാ. ഒരു കാര്യം ഓർക്കണം കുഞ്ഞേ, മൂന്ന് അനുഭവങ്ങളിൽ മനുഷ്യന് മാറ്റുന്ന ഇടത്തുനിന്ന് ഈ നാളുകളിൽ ഏറിയൊന്ന് സഹിക്കേണ്ടതിന് അവിടെ ചുമത്തപ്പറ്റിയാകുന്ന പൈശാചികമാകുന്ന ഇരുട്ടന്റെ അധികാരങ്ങളെ ഭേദിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ കരം ഇന്ന് രാത്രി പ്രവർത്തിക്കുക. ഒരു കാര്യം കൂടെ പറയാം പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു കാണാം, മതി കുഞ്ഞെ മതി, മതി മതി, നീ സഹിച്ചത് മതി, നീ ബുദ്ധിമുട്ടിയത് മതി. ഇനി നിന്റെ മനസ്സിന്റെ മടിപ്പ്
ഇനി വേണ്ട, ഇനി നിനക്ക് സ്വസ്ഥത വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം ഓർക്ക്, യേശുവിന്റെ അടുക്കൽ വന്നാൽ മനസ്സ് മടിച്ചെങ്കിലും മരവിച്ചെങ്കിലും അതിന് മാറ്റം തരുവാനില്ല. കാരണം എന്തെന്നറിയാമോ? നാമും ദൈവവുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏറിയ നാളുകളായി കുളത്തിന്റെ കരയിൽ കിടക്കുന്നയാകുന്ന ഒരു പക്ഷവാദി ഏറിയ നാളുകളായി അവിടെ കിടക്കുക. അല്ല 1-2 ദിവസം കൊണ്ടല്ല, 38 സംവത്സരം കൊണ്ട് കുളത്തിന്റെ കരയിൽ കിടക്കുന്നയാകുന്ന മനുഷ്യൻ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഏറിയ നാളുകളായി ഇവിടെ കിടക്കിയവർക്ക് എന്നെ കുളത്തിലൊന്നാക്കുവാൻ ആരുമില്ല. ഞാൻ സഹിച്ച് എന്റെ മനസ്സ് മടിച്ച് മരവിച്ച് ഞാൻ കിടക്കുക. ഇനി എന്നെ അതിനകത്ത് നടക്കുവാൻ ആരെ ഞാൻ കണ്ടില്ല. കേട്ടോ, അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ അല്പം നടക്കാൻ കഴിയുന്ന വ്യക്തി അവന് മുൻപേ കുളത്തിൽ ചാടിയ സൗഖ്യം പ്രാപിച്ചു പോകിയ ഇവനത് കണ്ട് മടിച്ച് കണ്ട് മനസ്സങ്ങ് മടുത്ത് മരവിച്ചോ പറയും, ഇനി എനിക്ക് രക്ഷയില്ല, ഇനി എന്നെ ഇതിനകത്ത് ഇറക്കാൻ ആരുമില്ല. എന്റെ തകർച്ച ഇവിടെ കൊണ്ടങ്ങ് അവസാനിക്കുക. ജീവൻ ഇവിടെ കൊണ്ടങ്ങ് പോകുക. ഇനി എനിക്ക് ഇവിടെ എഴുന്നേൽപ്പില്ല എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് പറയട്ടെ. സർവശക്തനായ ദൈവം അവന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ചോദിച്ച്, എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാനൊരു കാര്യം പറയാം പ്രിയപ്പെട്ട, ഈ പ്രാർത്ഥന തകർക്കുന്ന പ്രാർത്ഥനയല്ല. ഈ പ്രാർത്ഥന തകർക്കുന്ന പ്രാർത്ഥനയല്ല. പക്ഷേ ഈ പ്രാർത്ഥന ചിലതിനെ ജീവൻ വെപ്പിക്കുന്ന പ്രാർത്ഥന. ഇവിടെ തിരുവനന്തപുരത്തിൽ ദേവദാസൻ പ്രാർത്ഥന അനുഭവങ്ങളില് പറഞ്ഞതുപോലെ ചിലത് മുളച്ചു വരുന്ന പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ ചിലതിനെ മുളപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനൊരു താല്പര്യമുണ്ട്, ഒന്ന് കടന്നു വരണം, ഒന്നും കൂടെ കടന്നു വരണം താല്പര്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇന്ന് കടന്നു വരുവാനിടയായ. ഞാനൊരിടത്ത് പോകണമെങ്കിൽ പറയട്ടെ, 10 മിനിറ്റെങ്കിലും സംസാരിക്കണം. ഒരു ദൂത് ദൈവം തരാതെ ഞാൻ പോകും, ദൂത് തരാതെ പോവുകയില്ല. ഒരു ദൂത് തന്നാലേ ഞാൻ പോകത്തുള്ളൂ. ദൂത് തരപ്പോൾ മനസ്സിലാകണം ദൈവത്തിന് താല്പര്യമുണ്ട്, ദൈവോടെ അയക്കുന്നു. അത് എനിക്ക് വിശ്വാസമായി തീരുവാനില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ ഒരു ദൂത് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ നാളിൽ പാവിയത് ചില നമ്മൾ നടത്തും. പാവിയത് നിങ്ങൾ ഓർക്കുന്നു? ആരംഭത്തിൽ ഇവിടെ വന്ന് എനിക്ക് സമയം അനുവദിച്ച സമയത്ത് ദൈവാത്മാവ് പറഞ്ഞ ദൂതാണ് ഉടങ്ങിയ തേങ്ങ എന്തിയാണ് പാവിക്കണം. അതിൽ ചില ദിവസങ്ങളിൽ കഴിയുമ്പോൾ അതിനെ ചിലയിടത്ത് നട്ടു. എന്താ പരിശുദ്ധനോട് പറഞ്ഞു, നട്ടതിന്റെ ഫലം എടുക്കാൻ പോകും, നട്ടതിന്റെ ഫലം എടുക്കാൻ പോകും. എത്ര കൊടുക്കും ആ മേഖലയിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറച്ച് സാധനം കൊണ്ടുവരുമെന്നല്ല, നട്ടതിന്റെ ചുറ്റുപാടി നമ്മൾ ഫലമെടുക്കാൻ പോവുകയാണ്. എവിടെ നീ നട്ടോ അവിടെ ഫലം പുറപ്പെടുവാനിടയാകണം. എവിടെ നീ വിതച്ചോ അവിടെ കൊയ്യുവാനിടയാകാം. എവിടെ നിന്റെ കാലിൽ ചമട്ടിയോ അവിടെ തിരിക്കുവാനിടയാകാം. എവിടെ നിന്റെ വാക്ക് ഉച്ചരിച്ചോ അതിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകാം. പറയട്ടെ, ഇനി നമ്മളെ വിളവെടുക്കാൻ പോവുകയാണ്. ഇനി വിളവെടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ രാത്രി പരിശുദ്ധാത്മാവ് പറയുമ്പോൾ
ഈ വിളവെടുപ്പിന്റെ സമയമാണ്. ആമി നട്ടെടുത്തുനിന്ന് ആമികളെ ചിലത് കൊയ്തെടുക്കാൻ പോവുക. ആ മേഖലയിൽ കൊയ്തെടുക്കാൻ പോവുക. ആ മേഖല അത് 2026 ആ മേഖലയിൽ അതിന്റെ ഫലം പുറത്തു വരുവാനിടയാണ്. ആ മേഖല 2026 അതിന്റെ ഫലം പുറത്തു വരുവാനിടയാണ്. ആമി ദേശം ആ മേഖലയെ ചോദിക്കും, ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ആമി കേൾക്കത്തക്ക നിലകളെ ഒന്നുകൂടെ പറയട്ടെ. ആ മേഖലയില അത് ദൈവീക മഹത്വമായി തീരുവാൻ ആ മേഖലയില. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ ഇതോടുകൂടി നശിച്ചു, എനിക്ക് ഇനി ഇവിടെ എഴുന്നേൽപ്പില്ല എന്നാണ്. കർത്താവിന്റെ ആഗ്രഹമുണ്ട്. നിരാശയിലും വേദനയിലും ഇനി ആരും സഹായമില്ല എന്ന് ചിന്തിച്ച് എഴുന്നേൽക്കാൻ കഴിയയില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്ത് ദൈവം പറയുന്നത്, കർത്താവിന്റെ ചോദിച്ചെങ്ങനെയാണ് നിനക്ക് സൗഖ്യമാകാൻ? ഈ വ്യക്തി തന്നെയാണ് മുമ്പിൽ പറഞ്ഞത്, എന്നെ കുളത്തിലാക്കാൻ ആരും ഇല്ല. സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, സൗഖ്യം പ്രാപിക്കാനേ ഉള്ളവരാണ്. സൗഖ്യം കാരണം ഇവർ യോർദാന്റെ നദിയാണ്. ഏത് മുറ്റമുള്ളിയാകുന്ന വ്യക്തി കടന്നു വന്നാൽ നീ ഇതിനകത്തുനിന്ന് മുങ്ങി എഴുന്നേറ്റാൽ മതി. ആ തൂരനുസരിച്ച് നീ അത് മുങ്ങി എഴുന്നേൽക്കാൻ തയ്യാറാകുമോ? ഇതിനകത്തുനിന്ന് മുങ്ങാൻ നീ തയ്യാറാകുമോ? അറിയട്ടെ, നീ ആവികളില്ല മുങ്ങി എഴുന്നേൽക്കുമ്പോൾ നിന്റെ ആവികളില്ല പാലന്റെ ശരീരം പോലെ നിന്റെ ശരീരമായി തീരുമാനിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം ആ മേഖലയില വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ മേഖലയില പറയട്ടെ, ആമി അതിനകത്ത് പറയാണ്, ആമി നദിയിൽ നിന്ന് ആ മേഖല 7 പ്രാവശ്യം ഒന്ന് മുങ്ങിയാ മതി. കണ്ടോ? ആ മേഖലയില ആമി ആരാം രാജാവിനോട് പറയാണ്, ആരാം രാജാവ് പരാക്രമശാലിയാണ്, മിടുക്കനാണ്, യുദ്ധം ചെയ്ത് പലതിനെ പിടിച്ചെടുക്കാൻ ആമി സമർത്ഥനാണ്. പക്ഷേ അവൻ കുറ്റവാളിയാണ്. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, പലതിനെയും പിടിച്ചടക്കുവാൻ, പലതിനെയും ആമി സമർത്ഥിയോട്, ആമി സാമർത്ഥ്യത്തോട് ആമികളെ പിടിച്ചെടുത്തുകൊണ്ട് വരുവാൻ ആമി യോഗ്യമുള്ളവർ പലരുമുണ്ട്. പക്ഷേ അവർ കുഷ്ഠരോഗിയായി കിടക്കുക, അവർ കുഷ്ഠരോഗിയായി കിടക്കുക, അവരുടെ മനസ്സ് മടിച്ച് അനുഭവിച്ചിരിക്കുന്ന അനുഭവത്തിന്റെ നടുവില് ആമി പറയട്ടെ, ആമികളെ മറ്റൊന്നും വേണ്ട. ആമി പ്രവാചകൻ പറയുന്ന ആമി വാക്കുകൾ അനുസരിച്ചാൽ മതി. നീ 7 പ്രാവശ്യമൊന്നുമുണ്ട്. ആമി സമയത്തെ വാക്ക് എടുക്കുന്നില്ല. ആ മേഖലയിൽ അവന് ആ മേഖലയിൽ യോർദാന്റെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഈ കലങ്ങി മറിയുന്ന യോർദാൻ ആ മേഖലയില എന്തിനാണ് ഇതിനേക്കാൾ നല്ല സൂപ്പർ തെളിവുള്ളയാകുന്ന ആമി നദികൾ ആമി എന്റെ സ്ഥലത്തുണ്ട്, അതിലെനിക്കൊന്ന് മുങ്ങിയാ പോരായോ? ആമിയുടെ മനസ്സ് വെള്ളം കണ്ടപ്പോൾ, ആമി യോർദാന്റെ അനുഭവം കണ്ടപ്പോൾ, ആ നദിയുടെ അനുഭവം കണ്ടപ്പോൾ അവന്റെ മനസ്സ് മടിച്ചു, വേണ്ട ആമി ഇനി ഇതിനകത്ത് മുങ്ങുന്നില്ല എന്ന് ചിന്തിച്ച് മാറി ഇരിക്കുമ്പോൾ പറയട്ടെ, ആമി അവിടെ പറഞ്ഞില്ല, കുഞ്ഞ് നീ ഒന്ന് മുങ്ങിയാ മതി, ഇത് അനുസരിച്ചാൽ മതി എന്ന് അവൻ 1 മുങ്ങി, 2 മുങ്ങി, 3 മുങ്ങി, പറയട്ടെ 6 പ്രാവശ്യം മുങ്ങിയപ്പോഴും അവന്റെ ശരീരത്തിൽ കുഷ്ഠമുണ്ടായി. 7ാമത്തെ പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റപ്പോൾ ആ മേഖലയില ആമി ഒരു കൊച്ചു പൈതലിന്റെ ശരീരം പോലെ ആ മേഖലയില ആ പരാക്രമശാലിയാകുന്ന ആ മേഖലയില ആരാ രാജാവിന്റെ ശരീരം മാറുവാനില്ല. ഇന്ന് രാത്രി ഓർക്കും കുഞ്ഞെ, എവിടെ മനസ്സ് മടിച്ചോ, എവിടെ നീ ഒറ്റപ്പെട്ടോ, എവിടെ നീ സഹിച്ചോ, ഏറിയതൊന്ന് സഹിച്ചോ, ആ സഹിച്ചതിന് മറുപടി വരാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ ശബ്ദം നിന്റെ കാതുകളിൽ കേട്ട് അവൾ ഓടിച്ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ നോക്കിയതോട് ഓടിച്ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കിന് തൊടുവാൻ പിറകെ ചെന്ന് ഒരു കാര്യം ഓർക്ക് പ്രിയപ്പെട്ടവരെ, ഒന്ന് നന്മ ആമി നഷ്ടപ്പെട്ടു പോയി.
മേഖലയിൽ പറയട്ടെ, സമൂഹത്തിൽ അവൾ ഒറ്റപ്പെട്ടവളായി. ആ മേഖലയിൽ രോഗനിമിത്തം ഏറിയ കാലങ്ങൾ സഹിച്ചതാണ്. ആ മേഖലയിൽ വീട്ടുകാർ നടുവിൽ ഒറ്റപ്പെട്ട്, സമൂഹത്തിൽ ഒറ്റപ്പെട്ട്, വല്ലാത്ത അനുഭവത്തിൽ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി കുഞ്ഞെ ഒരു കാര്യം കർത്താവിന് പറയാനുണ്ട്. എവിടെയൊക്കെ നീ ഒറ്റപ്പെട്ടോ അവിടെ ആ സ്ഥലത്ത് ഉയർത്താൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശബ്ദം ഒരു കാലുകളിൽ കേട്ട് ഓടിച്ചെന്ന് യേശുവിന്റെ പൊട്ടു ജഡത്തിൽ രോഗസൗഖ്യം വെളിപ്പെടുവാനിടയായി. കണ്ടോ, തിരുവെടുത്ത് പറയുന്നു യഹോവയെ സൗഖ്യമാക്കും. അതിൽ പ്രാർത്ഥനയിലും ആരാധനയിലും നാം കടന്നു വന്നാൽ സൗഖ്യം പ്രാപിച്ച് പോകുവാനിടയാകണം, വിടുതൽ പ്രാപിച്ച് പോകുവാനിടയാകണം. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ശബ്ദം നീ ഒന്ന് കേട്ടാൽ അവന്റെ കാതുകളിൽ നമ്മുടെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ ഒന്ന് കേട്ട് നീ വിശ്വസിക്കാൻ തയ്യാറായോ? മറുപടി തരാൻ കഴിയുന്ന എന്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ എന്റെ നടുവിൽ വന്നിട്ടുണ്ട്. അവന്റെ വാക്യത്തിൽ ആഗ്രഹിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. നീ തയ്യാറാകെ അവന്റെ കണ്ണുകളെ അടയ്ക്കാം. മനസ്സ് വലിച്ചാണ് ഈ അവസരത്തിൽ ന്യായീകരിക്കുന്നത്. ഹൃദയത്തിന്റെ തകർച്ചകളാണോ ഇനി മുന്നോട്ട് വിടാൻ കഴിയാതിരിക്കുന്നത്? ഒറ്റപ്പെട്ടതിന്റെ നടുവിലാണോ നീ ആയിരിക്കുന്നത്? വേദനയുടെ നടുവിലാണോ നീ ആയിരിക്കുന്നത്? വേദനയ്ക്ക് മറുപടി തരാൻ കഴിയില്ല. നിന്റെ ഒറ്റപ്പാടുകൾ മാറ്റാൻ കഴിയില്ല. നിന്റെ മനസ്സിനെ പഠിപ്പിക്കുന്ന നിനക്ക് രോഗമില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കേണ്ട കർത്താവ്, ഒരു ദൈവിക ശക്തി എന്ന് രാത്രി ഇറങ്ങേണ്ട കർത്താവ്, മനസ്സ് പഠിപ്പിക്കുന്ന അലട്ടിക്കളയുന്ന കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്ന സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന നിന്ദിക്കുന്ന വേദനപ്പെടുത്തുന്ന അനാഥമുണ്ടാക്കുന്ന ശക്തി ഇന്ന് രാത്രി യേശുവിന്റെ വചനത്തോടാൻ തയ്യാറാക, യേശുവിന്റെ പിന്നാലെ പോകാൻ തയ്യാറാക, യേശുവിനോട് ജീവിക്കാൻ തയ്യാറാക, യേശുവിനോട് സാക്ഷീകരിക്കാൻ തയ്യാറാക. നിന്റെ ഒറ്റപ്പാടുകളെ മാറ്റുക, നിന്റെ വേദനകളെ മാറ്റുക, നിന്റെ പരാതികളെ മാറ്റുക. നിനക്ക് നഷ്ടപ്പെട്ടതിന് നടുവിലവൻ പിരിയത്തിന്റെ ആകുന്ന ഒരു കൊടി നിനക്ക് വേണ്ടി നൽകി തരാൻ എന്റെ യേശുവിന് കഴിയും. കർത്താവിന്റെ സൗഖ്യം പ്രാപിച്ചു നടക്കുക. ജനത്തിന്റെ ദൈവത്തിനെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് എന്റെ വാക്യങ്ങൾക്ക് വിരാമമിടുന്നു. ഇതിന് അവസരമൊരുക്കുക. വായിച്ചിട്ട് ദൈവദാസനും കുടുംബത്തിനും പ്രിയപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൽ വന്ദനം അറിയിച്ച് ദൈവത്തിൽ താണിരിക്കുന്നു. കർത്താവ് വചനത്താൽ നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച ദൈവദാസനും എല്ലാവരുടെ കുടുംബത്തിൽ കാരണമായ സഹനമായ ദൈവസാന്നിധ്യം ആമേൻ നമ്മുടെ ഇടയിൽ ഉണ്ട്. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ ദൈവസാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയാതെ പിന്നെയും അത് വർദ്ധിപ്പിച്ചെടുക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ നമ്മുടെ സഹായിക്കേണ്ട അനുഗ്രഹമായിരിക്കുന്ന ദൈവിക ദൂതാണ് രാത്രികാലം കൈമാറി മനം തകർന്നവരെ അവർ